ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ 2-3 ഡെക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാം ഒറക്കിൾ കാർഡ്സ് മാത്രമാണ്. ഇന്നിപ്പോൾ സൺഡേ അല്ലേ. ഓക്കെ, നമുക്ക് ഒരു സിമ്പിളായിട്ട് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഓക്കെ, നിങ്ങൾ വളരെയധികം നിങ്ങൾക്ക് ആൻസർ വേണ്ട ഒരു കാര്യമായിരിക്കാം. നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ നടക്കുന്നുണ്ടാവാം. എന്തു തന്നെയായാലും ശരി. ഓക്കെ, നിങ്ങൾക്ക് അറിയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതിനെക്കുറിച്ച് നമുക്ക് യൂണിവേഴ്സ് എന്താ കാണിച്ചു തരുന്നത് നോക്കാം. നിങ്ങൾക്ക് ഇൻഫർമേഷൻ യൂണിവേഴ്സ് എന്താ തരുന്നത്, നിങ്ങൾക്ക് അറിയേണ്ട കാര്യം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഒരു ഇൻഫർമേഷൻ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് എത്തിച്ചു തരുമോ നോക്കാം നമുക്ക്. ഓക്കെ, എല്ലാം ഒറക്കിൾ കാർഡ്സ് മാത്രമാണ് ഞാൻ എടുക്കാൻ പ്ലാൻ. ഓക്കെ, ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യാം. വലിയ കാർഡായതുകൊണ്ട് ഇത് ആദ്യം എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചെറിയ കാർഡ്സ് താഴെ വെച്ച് പിന്നെ കാണില്ല. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് യൂണിവേഴ്സ്. ഗുഡ്. ഔൾ, ഡെത്ത്. ഡെത്ത് കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട. ഓക്കെ, ലവ്, പേഷ്യൻസ്. ചില കാർഡ്സ് ഒന്നും നമ്മൾ എടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്ന് തോന്നിപ്പോവും. ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, മീൻസ് ഡെക്ക് വാങ്ങി എപ്പോഴും നോക്കിയപ്പോൾ ആദ്യം കണ്ടിട്ടില്ല. ഓക്കെ, ആൻഡ് ഫ്ലവേഴ്സ്. ഓക്കെ, ഗുഡ്. ഓക്കെ, ഇവിടെ ബോട്ടം ഡെക്ക് നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു വാർണിംഗ് വന്നതായിരിക്കാം. ഞാൻ കാണിച്ചു തരാം. ഡെവിൾ കാർഡാണ്. ഓക്കെ, സോ ഡെവിൾ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ്, വേറെന്താ, സെലിബ്രേഷൻസ്. ഓക്കെ, ഇത് പറയുന്നത് ഡെവിൾ കാർഡ് എന്ന് പറയുമ്പോൾ ടേക്ക് കെയർ ഇമ്മീഡിയറ്റ്ലി ടു അവോയ്ഡ് ടെംപ്ടേഷൻ ആൻഡ് ഡിസീറ്റ് എന്ന് പറയുന്നുണ്ട്. കുറച്ച് സൈഡ് എൻ്റെ ക്യാമറ. ഓക്കെ, ടേക്ക് കെയർ ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ചിലത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കുള്ള ഒരു വാർണിംഗ് ആയിട്ട് എടുക്കാം. ഓക്കെ, അത് ഏത് കാര്യത്തിലായാലും ശരി. അവോയ്ഡ് ടെംപ്ടേഷൻ ആൻഡ് ഡിസീറ്റ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒന്ന്, നിങ്ങൾക്ക് അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. അത് അഡിക്ഷൻ മാത്രമല്ല, നിങ്ങളുടെ ഓവർ തിങ്കിങ് ആവാം, മനസ്സിൻ്റെ പേടികളാവാം. ലൈക്ക് നിങ്ങൾ വെറുതെ നെഗറ്റീവ് ചിന്തിച്ച് കൂട്ടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ഒരു വാർണിംഗ് ആണ്. നിങ്ങൾ അങ്ങനെ ഒരുപാട് ചിന്തിക്കരുത് എന്ന രീതിക്ക് ഒരു വാർണിംഗ് പറയാം. ആൻഡ് ഡിസീറ്റ് എന്ന് പറയുന്നത്, ഡിസീറ്റ് എന്ന് പറയുമ്പോൾ ചതിയാണ്. സോ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു ചതി, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾ പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറിച്ചൊരു വാർണിംഗ് യൂണിവേഴ്സ് തരുവാണ്. ഓക്കെ, ഇത് മേ ബി നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച കാര്യമായിരിക്കാം. എന്നിട്ട് എന്തെങ്കിലും ചതിവ് നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവാം. ആക്ച്വലി ചതി എന്ന് പറയുമ്പോൾ അത് വലിയ വലിയ കാര്യങ്ങളാവണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ഒരു പേഴ്സൺ ആരെങ്കിലും നിങ്ങളെ അത്രത്തോളം ചതിച്ചു എന്നാവണമെന്നില്ല. ലൈക്ക് ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നു എന്ന് മാത്രം എടുത്താൽ മതി. ഓക്കെ, നമ്മൾ കാര്യങ്ങളെ കുറച്ചുകൂടി ഒന്ന് ഡെപ്തിൽ മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് അന്വേഷിക്കുക, മനസ്സിലാക്കുക എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഒരുപാട് കൂടുതൽ നമ്മൾ ഒരുപാട് നെഗറ്റിവിറ്റി എല്ലാവരുടെയും ലൈഫിൽ ഇപ്പോൾ നമുക്ക് എല്ലാവരും നമ്മളെ ചതിച്ചുകൊണ്ടൊന്നും ഇരിക്കില്ല. അങ്ങനെ പിന്നെ അത് നമ്മുടെ മനസ്സിൽ അത് കിടന്ന് അതന്നെ നമുക്ക് തോന്നാൻ തുടങ്ങും. സോ അങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി ഇൻഫർമേഷൻ എടുക്കണം എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, അവോയ്ഡ് ടെംപ്ടേഷൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അഡിക്ഷൻസ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും കഴിക്കലോ എന്തെങ്കിലും നല്ലതല്ല, സിഗരറ്റ് വലിക്കലായാലും ശരി, ഡ്രിങ്കിങ് ആയാലും ശരി, സ്മോക്കിംഗ് ഡ്രിങ്ക് എന്ത് തന്നെ ആയാലും. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അഡിക്ഷൻസ്, അത് ജെൻസിനായാലും ലേഡീസിനായാലും എന്തെങ്കിലും നിങ്ങളുടെയും ലേഡീസിൻ്റെയും വേറെ എന്തെങ്കിലും ഹാബിറ്റ്സ് നിങ്ങൾക്ക് നല്ലതല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, നമ്മുടെ എന്തെങ്കിലുമൊക്കെ ചില സ്വഭാവങ്ങൾ നമുക്ക് നല്ലതല്ല എന്ന് നമുക്കറിയാം. ഓക്കെ, അത് മാറ്റിയെടുക്കാനുള്ള വാർണിംഗ് കൂടി ആയിരിക്കാം. ഓക്കെ, സോ അതൊരു വാർണിംഗ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. മേ ബി ആരെങ്കിലും നിങ്ങൾക്ക് ചതിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ചോദ്യമുള്ളവർക്ക് മാത്രം കേട്ടോ, എല്ലാവർക്കും അല്ല. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് മാത്രം മേ ബി അതൊരു വാർണിംഗ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ഔളാണ്. ദർ ആർ സ്പിരിച്വൽ മെസ്സേജസ് ആൻഡ് ഗ്രേറ്റ് വിസ്ഡം ടു ബി ഫൗണ്ട്. ഓക്കെ, സോ നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തോ ക്വസ്റ്റ്യൻ. ഓക്കെ, യൂണിവേഴ്സിനോട് അതിൻ്റെ ആൻസർ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുമെന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അത് സ്പിരിച്വൽ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാം. മെഡിറ്റേഷൻ ത്രൂ ആയിരിക്കാം. ചിലവർക്ക് ജസ്റ്റ് നമ്മൾ പറയില്ല, മെഡിറ്റേഷൻ ഇരുന്ന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വരുന്നുണ്ടാവാം. ചിലപ്പോൾ ഡ്രീംസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സയൻസ് കിട്ടുന്നുണ്ടാവാം. അപ്പോൾ എവിടെയോ നിങ്ങൾക്ക് ചില ഇൻറ്റ്യൂഷൻ യൂണിവേഴ്സ് തന്നെ തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഓൾറെഡി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് മേ ബി ഇതിലും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്ന എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടാവാം.
എന്തായാലും ഗ്രേറ്റ് വിസ്ഡം ടു ബി ഫൗണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സമയമാണ്. നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്, മാറ്റങ്ങൾ വരേണ്ട സമയമാണ്. ഓക്കെ, ആക്ച്വലി ഈ ടാരോ റീഡിങ്ങിലൊക്കെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ എവിടെയോ നിങ്ങളൊരു സ്പിരിച്വൽ പാത്താണ് എന്നുള്ളൊരു സൈനാണ് ഇത് കേട്ടോ. എല്ലാവർക്കും ഇത് ചിലപ്പോൾ നിങ്ങൾ നിലനിർത്തണം എന്നില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടും, ചിലപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ നോർമൽ ലൈഫിലേക്ക് നിങ്ങൾ പോകും. ചിലവർ കൂടുതൽ സ്പിരിച്വൽ ആയിട്ട് മാറാനുള്ള സാധ്യതയുമാണ്. സോ രണ്ട് തരത്തിലുള്ള ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൽ ടാരോയിൽ എത്തുന്ന. പക്ഷെ നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ ഇവിടുന്ന് കിട്ടാനുണ്ട് ഈ ടാരോ ത്രൂ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു സ്പിരിച്വൽ ഒരു പാത്തിൻ്റെ ത്രൂ നിങ്ങൾക്ക് എന്തോ കിട്ടാനുണ്ട് എന്നാണ് അർത്ഥം. സോ അത് ഔൾ എന്ന് പറയുമ്പോൾ നമ്മൾ മെസ്സേജസ് എന്നാണ് പറയുക. ആൻഡ് ആ മെസ്സേജ് ഇത് കൂടുതലും വിസ്ഡം ആണ്. നമ്മൾ ഔൾ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഒരു എന്താ പറയുക ബുദ്ധിയുള്ള അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയുക, വിസ്ഡം ആയിട്ട് ഉള്ളതെന്ന് പറയും. അപ്പോൾ അത് നമുക്ക് യൂണിവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കിട്ടുമെന്നുമാണ്. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും ഇൻഫർമേഷൻ തരുന്ന ആൾക്കാർ ആയിട്ട് ചിലപ്പോൾ അവരുടെ അടുത്ത് നിന്ന് കിട്ടുമായിരിക്കും. മേ ബി പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വിസ്ഡം വരാനുണ്ട് എന്ന് പറയാം. ആരെങ്കിലും ലൈക്ക് വലിയ ആൾക്കാർ, ലൈക്ക് അറിവുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് മേ ബി വല്ല നോളജ് കുറച്ചുകൂടി ഗെയിൻ ചെയ്യാനുള്ള സമയമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ യൂണിവേഴ്സ് നിങ്ങൾ ചോദിക്കുന്ന കാര്യം, നിങ്ങളുടെ മനസ്സിൽ ഞാൻ പറയില്ല, അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും വഴിക്ക് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ബാക്കി ഇവിടെ നെക്സ്റ്റ് പറയുന്നത് അഗെയിൻ ട്രാൻസിഷൻ 2 കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡെത്ത് ആണ് ഇവിടെ. ഡെത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ്. അഗെയിൻ സെയിം തിങ്, നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിപ്പോൾ സ്പിരിച്വൽ നോളജ് കിട്ടുന്നതായിരിക്കാം, ചിലപ്പോൾ കാര്യങ്ങൾ നമ്മൾ ലൈഫിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മാറുന്നതായിരിക്കാം, ചിലത് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോവുക എന്ന രീതിക്ക് നമുക്ക് പറയാം. ട്രാൻസ്ഫോർമേഷൻ വരികയാണ്, നിങ്ങളുടെ ഉള്ളിൽ ട്രാൻസ്ഫോർമേഷനാണ് വരുന്നത്. പുറത്ത് സിറ്റുവേഷൻ സാഹചര്യങ്ങളുടെ മാറ്റങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചേഞ്ചസ്. ഓക്കെ, അതായത് നിങ്ങളുടെ ചിന്താഗതികൾ, നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതികൾ, നമ്മൾ ഓരോ സിറ്റുവേഷനും വരുമ്പോൾ എങ്ങനെ അതിനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു മാറ്റം വരും. ചിലപ്പോൾ ഒരു മെച്യൂരിറ്റി വരും നമ്മളുടെ ഉള്ളിൽ. ഓക്കെ, അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്ന ഒരു സമയമാണ്. ചില സമയത്ത് നിങ്ങൾ എന്തെങ്കിലും വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ ഇമോഷണലായിട്ട്. ഓക്കെ, ബട്ട് ഈ മാറ്റങ്ങൾ വന്ന് അവസാനം നമ്മൾ കുറേ പഠിച്ച് വരുമ്പോൾ, ലെസൺസ് നമ്മൾ ഒരുപാട് അടികൾ കിട്ടി വരുമ്പോൾ നമ്മൾ പഠിച്ച് എന്താവും, നിങ്ങൾ കരച്ചിലിൻ്റെ സമയങ്ങൾ കുറയും, കരയുമായിരിക്കും, ഇമോഷണൽ ആവുമായിരിക്കും, ബട്ട് എന്നാലും അതിൻ്റെ സമയങ്ങൾ കുറയും. നിങ്ങൾ കൂടുതൽ ബോൾഡ് ആവാനും കൂടുതൽ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങും. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്, എപ്പോഴും ഞാൻ കുറേ കണ്ടതാന്ന് പറയില്ലേ, ആ രീതിക്ക് നിങ്ങളൊന്ന് സ്ട്രോങ് ആവുന്ന കാര്യമായിരിക്കാം. ഓക്കെ, സോ അപ്പോൾ അവിടെ ഒരു പ്രാക്ടിക്കൽ നിങ്ങളിൽ വരുന്ന ചില ചേഞ്ചസിൻ്റെ സമയമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ആൻഡ് ചില സിറ്റുവേഷൻ്റെ ചേഞ്ചും ആയിരിക്കാം. ആൻഡ് ഇവിടെ അതായത് ചില കാര്യങ്ങൾ മാറിയിട്ട് വേറെ നല്ലത് വരുന്നു എന്ന രീതിക്കൊക്കെ നമുക്ക് പറയാം. ആൻഡ് ഇവിടെ ലവ് ഉണ്ട്. ലവ് സറൗണ്ട്സ് ഓൾ യുവർ കണക്ഷൻസ്, മൂവ് ഫോർവേഡ് പോസിറ്റീവ്ലി ഇൻ ഓൾ ഏരിയാസ് ഓഫ് യുവർ ലൈഫ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആക്ച്വലി സ്നേഹം ഇതിപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് ആവണമെന്നില്ല, ചിലവർക്ക് ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹം കിട്ടുമെന്ന രീതി പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും സ്നേഹമുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരാളുടെ അടുത്ത് നിന്ന് മാത്രമായിരിക്കും ആഗ്രഹിച്ച് നിൽക്കുന്നത്, പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന പലരും ഉണ്ട്. ഓക്കെ, നിങ്ങളത് തിരിച്ചറിയുന്നില്ല. ഓക്കെ, നിങ്ങൾ പറയുന്നത് എനിക്ക് ആ ഒരു വ്യക്തിയുടെ മാത്രം നമ്മൾ കിട്ടിയാൽ മാത്രമേ നമ്മൾ സന്തോഷമാവുള്ളൂ എന്ന രീതിക്കാണ് നമ്മുടെ ചിന്ത. മനസ്സിൽ നിങ്ങളുടെ അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ചുറ്റും സ്നേഹമുണ്ട്. ഓക്കെ, ആക്ച്വലി നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നമ്മൾ ഈക്വലായിട്ട് സ്നേഹിക്കാം. ഓക്കെ, ഒരു വ്യക്തിയോട് തോന്നുന്ന ആ ഒരു സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ അത്രത്തോളം ഉണ്ടെന്ന് വിചാരിക്കൂ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടി സ്നേഹിക്കാനുള്ള ഒരു കഴിവുണ്ട്. ആ സ്നേഹം നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക. സ്നേഹം ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് എന്ന് വെച്ച് എല്ലാവർക്കും എന്നല്ല അർത്ഥം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഫാമിലിക്ക്, ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ആവശ്യം ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കുറച്ച് എന്താ പറയുക ഒറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ കണ്ട് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതുമൊക്കെ ഒരു തരത്തിൽ സ്നേഹം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമ്പാഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, അത് നിങ്ങൾക്ക് തിരിച്ചും കിട്ടും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന്. ഓക്കെ, ആൻഡ് എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതിന് നിങ്ങളിൽ ചില മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്നാണ്. ഈ മാറ്റങ്ങൾ വരുമ്പോൾ ഓക്കെ, നിങ്ങളെ ഒരുപാട് പേര് സ്നേഹിക്കാനുണ്ടാവും എന്നുമാണ് അർത്ഥം. എന്ന് വെച്ചാൽ നിങ്ങളെ കെയർ ചെയ്യാൻ, നിങ്ങളെ റെസ്പെക്ട് ചെയ്യാനായിരിക്കാം, നിങ്ങളെ മാനിക്കുന്നവരായിരിക്കാം, എന്തു തന്നെയായാലും. ഓക്കെ, പലതരത്തിലുള്ള റിലേഷൻഷിപ്സ് നിങ്ങളുടെ ലൈഫിൽ വരുമെന്ന് പറയാം. സ്നേഹം നിങ്ങൾക്ക് ഒരുപാട് വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആദ്യം നിങ്ങളെ തന്നെ സ്നേഹിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അതാണ് ആദ്യത്തെ മാറ്റം. നമുക്ക് അതാണ് വേണ്ടത്, ട്രാൻസ്ഫോർമേഷൻ അതാണ് വേണ്ടത്. സെൽഫ് ലവ് ചെയ്യാം. ഓക്കെ, ആൻഡ് പേഷ്യൻസ് പറയുന്നുണ്ട്. സ്ലോ ഡൗൺ, ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ക്ലിയർ യുവർ മൈൻഡ്. ഓക്കെ, നിങ്ങൾ ഒരല്പം ക്ഷമയോടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുക.
ഓക്കെ, എല്ലാത്തിനും ധൃതി പിടിക്കേണ്ട. എന്താ കാര്യങ്ങൾ നടക്കാത്ത, മുന്നോട്ട് മൂവ് ചെയ്യാത്ത ചോദിച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പം മെയിൻ ക്വസ്റ്റൻ അതായിരിക്കാം. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ക്ഷമ വെക്കൂ, പേഷ്യൻസ് വെക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ഷമയോടെ നിൽക്കൂ, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും, മുന്നോട്ട് നടക്കും. പക്ഷേ ഈ ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നിങ്ങൾ ചിലത് പഠിക്കാനുണ്ട്, ചില ലെസൺസ് പഠിക്കാനുണ്ട്, ചില വേദനകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷെ ആ കിട്ടുന്നത് നിങ്ങളെ പഠിപ്പിക്കാൻ, നിങ്ങൾക്ക് ലെസൺസ് ആണ് തരുന്നത്. ആ ലെസണിൽ നിന്ന് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അൺകണ്ടീഷണലി ഐ തിങ്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുക ആദ്യം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് തിരിച്ചും അത് കിട്ടുകയും ചെയ്യും. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. പക്ഷെ അതിന് ക്ഷമ വേണം, ആദ്യത്തെ കാര്യം. ഓക്കെ, സമയം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുക. യൂണിവേഴ്സ് എപ്പോഴാണ് ഇത് നടക്കുക, ഇന്ന് നടക്കുമോ, നാളെ നടക്കുമോ, ഒരാഴ്ചയിൽ നടക്കുമോ, ചോദിക്കാതിരിക്കുക. ഓക്കെ, യൂണിവേഴ്സിനോട് ടൈം ചോദിക്കേണ്ട. നമ്മൾ ചെയ്തുകൊണ്ട് പോവുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോവുക. ആൻഡ് ഇവിടെ ഫ്ലവേഴ്സ് ഉണ്ട്. ബി ജനറസ്, സക്സസ് ആൻഡ് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് ആർ യുവേഴ്സ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഒന്ന്, നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നു എന്ന രീതിക്കാണ്. ബട്ട് അതിൻ്റെ ഒപ്പം നിങ്ങൾ മറ്റുള്ളവരോടുകൂടി, ആക്ച്വലി ഇത് രണ്ടും സിമിലർ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ അൺകണ്ടീഷണലി സ്നേഹിക്കുക. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക. ഓക്കെ, ആക്ച്വലി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ സങ്കടങ്ങൾ ഒരുപാട് കുറയും. ഓക്കെ, നമ്മൾ മറ്റുള്ളവരെ വേദനകളിൽ നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്ത്, അത് ഒരു വ്യക്തി ആവണമെന്നില്ല, നമ്മൾ ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കാം. 2 വാക്ക് നല്ല സ്നേഹത്തോടെ ആരോടെയും സംസാരിക്കാം. ഒന്ന്, ആരെങ്കിലും എന്തെങ്കിലും വിഷമിക്കുന്ന കാണുമ്പോൾ അവരൊന്ന് സമാധാനിപ്പിക്കാം. അവനവനിൽ നിന്ന് തിരിഞ്ഞ്, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചുറ്റുമുള്ള ആൾക്കാരെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മുടെ വേദനകൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒന്ന് കുറയും. ഓക്കെ, നിങ്ങൾക്കത് ക്ഷമ പഠിക്കുകയും ചെയ്യും. നമ്മൾ ലൈഫ് പഠിക്കും ശരിക്കും. എനിക്ക് എൻ്റെ പ്രശ്നം, എൻ്റെ വേദന, എൻ്റെ ഇഷ്യൂ, എൻ്റെ വ്യക്തി, എൻ്റെ ജോലി, എൻ്റെ ഇത്, അങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾ ലേശം പുറത്തേക്കൊന്ന് നോക്കി തുടങ്ങുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് നോക്കി തുടങ്ങുക. വേറെ ഒരുപാട് ദൂരെയൊന്നും പോകണ്ട. സ്വന്തം വീട്ടിൽ നിങ്ങൾ മാരീഡ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ പാരൻസിനെ നോക്കാം, അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത് നോക്കാം, അവരെ നിങ്ങൾക്ക് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഓക്കെ, സ്വന്തം ബ്രദർ സിസ്റ്റർ ഉണ്ടെങ്കിൽ അവരെ, അല്ലെങ്കിൽ മാരീഡ് ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുള്ള ആൾ, നിങ്ങളുടെ ഫാമിലി, ഇമ്മീഡിയറ്റ് ഫാമിലി, നെക്സ്റ്റ് അടുത്ത വീട്ടുകാർ, ആരും ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം ഒന്ന് നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റിവെച്ച്, ഓക്കെ, അത് മാറ്റിവെച്ച് നിങ്ങൾ മറ്റുള്ളവരെ ഒന്ന് കേൾക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ആദ്യം അവരും ഹീലാവും, അതിനൊപ്പം നിങ്ങളും ഹീലാവും. അതാണ് കാര്യം. ഓക്കെ, ആൻഡ് നിങ്ങളിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ആ മാറ്റങ്ങൾ വരുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ ബെറ്റർ കാര്യങ്ങൾ കൊണ്ടും വരും. ഓക്കെ, സോ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച കാര്യത്തിൻ്റെ ആൻസർ നിങ്ങളുടെ മാറ്റത്തു നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, ആദ്യം വേണ്ടത് നിങ്ങളുടെ മാറ്റമാണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ യാങ് എനർജി. ഓക്കെ, പ്രാക്ടിക്കൽ ആവാൻ പഠിക്കുക. ആൻഡ് അൺഫിനിഷ്ഡ് സിംഫണി. ഓക്കെ, ഇമാജിൻ. ഓക്കെ, ബിൽഡിംഗ് ബ്ലോക്സ്, co-create, ഒന്നുകൂടി എടുത്തേക്കാം. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ്. ആൻഡ് ഇവിടെ വൈ ആണ് ഇവിടെ ബാക്കിൽ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അവനവനോട് ചോദിക്കാം. ഓക്കെ, എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൽ നിന്ന് ഞാൻ എന്താ പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അവനവനോട് ചോദിച്ചു തുടങ്ങുക ആദ്യം. ഓക്കെ, ആൻഡ് യൂണിവേഴ്സിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും. എനിവേ, നിങ്ങൾ അവനവനോടും ചോദിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ യാങ് എനർജി എന്ന് പറയുന്നുണ്ട്. യാങ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാക്ടിക്കൽ സൈഡ് എന്നാണ് അർത്ഥം. ഓക്കെ, അതായത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ഓവർ ഇമോഷണൽ ആവുക, അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിങ്ങളൊരു മാറ്റം വരുത്താൻ തുടങ്ങണം. മാറ്റം വരാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇവിടെ നമ്മൾ ട്രാൻസിഷൻ നടക്കുന്നു നിങ്ങളുടെ ലൈഫിൽ എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലേ, നമ്മളതിൽ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ റിസൾട്ട് വരും. അത് വരാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ കുറെ കൂടി പ്രാക്ടിക്കൽ ആവാൻ തുടങ്ങുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതിൻ്റെ ഇവിടെ അൺഫിനിഷ്ഡ് സിംഫണി എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നിങ്ങൾ എൻഡായി, ആക്ച്വലി ഇവിടെ ഡെത്തിൻ്റെ അടുത്താണ് ഇത് വന്നത്. സോ നിങ്ങൾ എന്തെങ്കിലും എൻഡ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് എൻഡിങ് അല്ല. ഓക്കെ, അതിവിടെ വീണ്ടും നിങ്ങൾക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ആൻഡ് ലവിൻ്റെ കാര്യമുണ്ട് ഇവിടെ കണക്റ്റഡ് ആയിട്ട്. സോ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. എന്തെങ്കിലും എൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ അത് എൻഡിങ് അല്ല, അത് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ തിരിച്ചു വരും എന്ന രീതിയിൽ. ഈവൻ ജോലി എന്ത് തന്നെയായാലും ശരി, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എൻഡായി പോയിട്ടുണ്ടെങ്കിൽ അത് എൻഡിങ് അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് വീണ്ടും ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവും, വീണ്ടും ഒരു ബിഗിനിങ് ഉണ്ടാവും. കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഹോപ്പ് വിടണ്ട എന്ന രീതിക്ക് എടുത്തോളൂ. ഇപ്പോൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ അത് അൺഫിനിഷ്ഡ് സിംഫണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോറി എൻഡ് ആയിട്ടില്ല, ഇനിയും അതിൽ എന്തൊക്കെയോ ബാക്കിയുണ്ട് എന്ന രീതിയിലാണ്. എൻ്റെ അതേപോലെ നിങ്ങൾ ജോലി അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ
എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അതവിടെ വീട്ടിലായാലും ഫാമിലിയിലായാലും ആരെങ്കിലുമായിട്ട് ബന്ധങ്ങളിലോ ചെറിയ വഴക്കോ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല അതോടെ എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതല്ല, അങ്ങനെയല്ല. ആ കാര്യങ്ങൾ എൻഡിങ് ഒന്നും ആയിട്ടില്ല. ഓക്കെ, ചെറിയൊരു പ്രശ്നങ്ങൾ ഇടയിൽ വന്നു, അത്രയേ ഉള്ളൂ, അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, ഇമാജിൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഇമാജിനേഷൻ യൂസ് ചെയ്യാനോ പറയുന്നത്. അതായത് നിങ്ങൾ എന്താണ് വേണ്ടത് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടി എന്ന രീതിയിൽ നിങ്ങൾ സങ്കല്പിച്ച് തുടങ്ങാം. ഓക്കെ, ആ ഒരു രീതിയിൽ വൈബ്രേഷനിൽ നിങ്ങൾ ഇരിക്കുക. അതായത് നിങ്ങൾ പിന്നെ ഡൗട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ അത് എനിക്ക് വരുമോ വരില്ലേ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് ചെയ്യാൻ പാടില്ല. ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ അത് കിട്ടി. എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ എങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് വേണ്ടത് അത് നിങ്ങൾ അങ്ങനെ ഐ തിങ്ക് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഒരു വിഷ്വലൈസേഷൻ മെത്തേഡിനെ കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത് അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയ രീതിയിൽ മനസ്സിൽ സങ്കല്പിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ബിൽഡിംഗ് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ട്. സോ സ്ലോ പ്രോഗ്രസ് ആയിരിക്കാം. ആൻഡ് പേഷ്യൻസ്, യെസ്, ഇവിടെ നമ്മൾ പേഷ്യൻസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. സോ സ്ലോ പ്രോഗ്രസ് ആയിരിക്കാം, മെല്ലെ മെല്ലെ ആയിരിക്കാം നിങ്ങൾ റീബിൽഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, അതങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, സമയം എടുത്താലാവട്ടെ. കുറച്ച് ക്ഷമയോടെ നിങ്ങൾ കാര്യങ്ങൾ മെല്ലെ മെല്ലെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക്, കാരണം നമ്മൾ എപ്പോഴും ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ അല്ലേ. സോ അത് റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും എന്തിലായാലും ശരി, നിങ്ങളുടെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിരിക്കണം. സോ പഠിക്കാനുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ പഠിക്കണോ എന്നൊക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, അവനവനെ തന്നെ നിങ്ങൾ ബെറ്റർ ആക്കുക, സ്ട്രോങ് ആക്കുക. ആൻഡ് നിങ്ങൾ ഫൗണ്ടേഷൻ തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ എങ്ങനെ ചില കാര്യങ്ങൾ ബിൽഡ് ചെയ്യണു എന്നുള്ളതിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, എത്ര ഫാസ്റ്റായിട്ട് നിങ്ങൾ പോകുന്നു എന്നുള്ളത് നോക്കണ്ട, എത്ര ലൈക്ക് നമ്മൾ പറയില്ലേ സ്ട്രോങ് ആയിട്ടാണ് നിങ്ങൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, അതിലേക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൊടുക്കുക. നിങ്ങൾ ചെയ്യുന്ന എഫേർട്സ് ഓക്കെ സ്ലോ ആയിട്ട് ചെയ്താൽ മതി, മെല്ലെ മെല്ലെ ചെയ്ത് പോയാൽ മതി. പഠിച്ച് മെല്ലെ സ്ലോലി. ഓക്കെ, ഗ്രോത്തും എല്ലാം വന്നാൽ മതി, നമുക്ക് തിരക്കൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ സമയം കഴിയുന്നു എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. ആൻഡ് ഇവിടെ കോ ക്രിയേറ്റ്, യൂണിവേഴ്സുമായിട്ട് കോ ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ യൂണിവേഴ്സ് ചില പ്ലാൻസ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ആ ഒരു ഫ്ലോയിനൊപ്പം നമ്മൾ പോയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും. ഓക്കെ, പക്ഷെ നമ്മൾ അതിൻ്റെ അഗെയിൻസ്റ്റ് പോകാൻ ശ്രമിക്കുക. എപ്പോഴും എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ശ്രമിക്കുമ്പോഴാണ് അവിടെ നടക്കാത്തത്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഓക്കെ ഞാൻ സറണ്ടർ ചെയ്ത് അങ്ങോട്ട് വിട്ടേക്കാം, എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകണം വെച്ചാൽ കൊണ്ടുപോയിക്കോ, ആ രീതിക്ക് ജസ്റ്റ് ഞാൻ എൻ്റെ വർക്കും ചെയ്തുകൊണ്ട് ഞാനിരിക്കുക. ഓക്കെ, എന്നെ ഇങ്ങനെ തോണി നിങ്ങൾ എന്താ പറയുക യൂണിവേഴ്സിനോട് പറയുക, തോണി നീ പുഷ് ചെയ്തോ, ഞാൻ കൂടെ വരാം എന്ന് പറഞ്ഞ് ഒന്ന് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, സോ ഒന്ന് കോ ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിച്ച് യൂണിവേഴ്സുമായിട്ട് വർക്ക് ചെയ്യുക എന്ന രീതിക്ക് പറയാം. ഓക്കെ, മറ്റുള്ളവരുമായിട്ടും ആക്ച്വലി കോ ക്രിയേറ്റ് വരുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് കോംപ്രമൈസ് വേണമെങ്കിൽ പരസ്പരം നിങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാനുണ്ടാവും. ഓക്കെ, റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനാണെങ്കിൽ എല്ലാ ജോലിയിലാണെങ്കിലും കോ വർക്കേഴ്സുമായിട്ട് നമ്മൾ കൊളീഗ്സുമായിട്ട് നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകണം എന്ന രീതിക്ക് ആയിരിക്കാം. ബിൽഡിംഗ് ബ്ലോക്സ് പറയുന്നുണ്ട്. സോ കോ ക്രിയേറ്റ് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. രണ്ടും പറയുന്നത് നമ്മൾ കാര്യങ്ങൾ നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്ന് തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് നേരത്തെ നമ്മുടെ ആദ്യം വന്ന വാർണിംഗ് ആൻഡ് ഇവിടെ അവസാനം വന്ന കാർഡ്. സോ വാർണിംഗ് ഒന്ന് ഓർത്തോളൂ. ഐ തിങ്ക് ചില കാര്യങ്ങൾ നിങ്ങൾ നല്ലതാണ് എന്ന് വിചാരിക്കുന്നത് നല്ലതല്ല. ഓക്കെ, ഇത് ഈവൻ വേറെ കാര്യം കൂടെ പറയാം. ചിലവർക്ക് നമ്മൾ പൈസ ഉണ്ടാക്കാൻ എളുപ്പ വഴികൾ ആ രീതിക്ക് നിങ്ങൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവാം. ഓക്കെ, അതിപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഡെബിൾ കാർഡിനെ നമ്മൾ ഏത് അർത്ഥത്തിൽ വേണമെങ്കിലും എടുക്കാം റിയൽ ലൈഫിൽ. ചിലവർ പറയും ഓക്കെ ഇന്ന കാര്യം നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞ് വല്ലവരൊക്കെ പ്ലീസ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക, വളരെയധികം സൂക്ഷിക്കുക. ഓക്കെ, കാരണം നമുക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ വേഗം കാര്യങ്ങൾ നടക്കണം എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ വേറെയും എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ ആരെങ്കിലും ലൈക്ക് എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പൈസ കൂടുതൽ ചോദിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ നല്ലതാണ് എന്ന് വിചാരിക്കുന്ന കാര്യം നമ്മൾ പറയില്ല ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ്, മിന്നുന്ന എല്ലാം പൊന്നല്ല. ഓക്കെ, സോ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. വാർണിംഗ് ഇവിടെ 2 തവണയായി വരുന്നു. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഫൈനൽ നമുക്കിന്ന് ഗണേശ അതുകൂടി എടുക്കാം. മേ ബി ഇതിൽ നിന്നൊക്കെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്നല്ലേ നമ്മൾ നോക്കുന്നത്. ഓക്കെ, മേ ബി ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടാവും. ഓക്കെ, ഓക്കെ, റിലാക്സേഷൻ, ഡിലൈറ്റ്, ഓക്കെ ഗുഡ്, റിഫ്ലക്ഷൻ, സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയാം അല്ലേ, പ്രൊട്ടക്ഷൻ, യൂണിവേഴ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഗുഡ്, ഒരു കാർഡ് കൂടി എടുത്ത് നിർത്താം. ചൈൽഡ് ലൈക്ക് എക്സ്പ്രഷൻ. ഓക്കെ, ഇന്നർ നോയിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞു മെഡിറ്റേഷനോ കാര്യങ്ങളോ നിങ്ങൾ കൂടുതൽ പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചർ യൂണിവേഴ്സ് പ്രോമിസ് തരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചറിനെ കുറിച്ച് യൂണിവേഴ്സ് പ്രോമിസ് തരുന്നുണ്ട്. ഓക്കെ, ദൈവം ഗണേശ ചതുർത്ഥി, ആക്ച്വലി ഞാൻ കാർഡ് എടുക്കാൻ റീസൺ ഗണേശ ചതുർത്ഥി തുടങ്ങിയിട്ടുണ്ട്, ഞാൻ നല്ലത് പറയാൻ വിട്ടുപോയി. ഓക്കെ, ബട്ട് എനിവേ ഗണേശയുടെ ബ്ലെസ്സിങ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. പ്രാർത്ഥിക്കാം. നമുക്ക് എന്തെങ്കിലും വിഘ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിത്തരാൻ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിച്ചോളൂ. ഓക്കെ, ആൻഡ് ഇന്നർ നോയിങ്. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നുണ്ട്. എല്ലാ ഇന്നർ നോളജും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്, വിസ്ഡം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഓക്കെ, മെഡിറ്റേഷൻ ത്രൂ ഒക്കെ നിങ്ങൾക്ക്
കണക്ട് ചെയ്യാൻ ശ്രമിക്കുക യൂണിവേഴ്സുമായിട്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളുടെ ഇന്നർ ഇൻറ്റ്യൂഷൻ കേൾക്കുക എന്നുകൂടിയാണ് കേട്ടോ. അപ്പോൾ എന്ത് കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ പറയുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, കേൾക്കുക. ഓക്കെ, റിലാക്സേഷൻ എന്ന് പറയുന്നുണ്ട്. അല്പം റിലാക്സ് ചെയ്യുക, ടെൻഷൻ അടിക്കേണ്ട, പേഷ്യൻസിൻ്റെ കാര്യമായിരിക്കാം, ക്ഷമ എന്ന് പറയാം, ആൻഡ് റിലാക്സ് എന്ന് പറയാം. അതായത് ടെൻഷൻ ഒരുപാട് വേണ്ട എന്ന രീതിക്ക്. ഓക്കെ, ആൻഡ് ഡിലൈറ്റ്, യെസ്, നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നു, നല്ല സന്തോഷമായ എന്തെങ്കിലും നിങ്ങൾക്ക് ലക്കായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നും. ആൻഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ അവനവനിലേക്ക് നോക്കി തുടങ്ങാം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ തന്നെ മാറ്റി തുടങ്ങാം, നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, കാര്യങ്ങളെ ചുറ്റുപാടുള്ള കാര്യങ്ങളും നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക. ആൻഡ് പ്രൊട്ടക്ഷൻ, യൂണിവേഴ്സ് നിങ്ങൾ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഡൗട്ടും വേണ്ട, യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. എന്ത് തന്നെ വന്നാലും, ഇപ്പം നമ്മൾ നേരത്തെ ഡെവിൾ കാർഡ് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. യൂണിവേഴ്സ് അങ്ങനെ നിങ്ങളെ കൈവിടുകയൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥന ഉണ്ടാവണം, പക്ഷെ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ദൈവത്തിനെ വിളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ വലിയ പടുകുഴി കൊണ്ട് ചിലപ്പോൾ കുറച്ച് നമ്മൾ അനുഭവിക്കാനുണ്ടാവും, അതിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, ബട്ട് എപ്പോഴും ആ പ്രൊട്ടക്ഷൻ ദൈവം നിങ്ങളെ എന്താ പറയുക ഫുള്ളായിട്ട് അങ്ങോട്ട് തള്ളിക്കളയൊന്നുമില്ല. ഓക്കെ, സോ പേടിക്കേണ്ട, പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ആൻഡ് ഇവിടെ ചൈൽഡ് ലൈക്ക് എക്സ്പ്രഷൻ, അതായത് നിങ്ങൾ വളരെ ഇന്നസെൻറ്റ് പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ വളരെ ഒരുപാട് ട്രസ്റ്റിംഗ് പേഴ്സണൊക്കെ ആയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ മേ ബി ആ വാർണിംഗ് നിങ്ങൾക്ക് ഒന്ന് സൂക്ഷിച്ച്, കാരണം എല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന രീതിയിൽ. ഓക്കെ, എന്തു തന്നെ ആയാലും ശരി. സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ള ഇൻഫർമേഷൻ എന്ന് യൂണിവേഴ്സ് തരുന്നത്. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. ആൻഡ് ഹാപ്പി ഗണേഷ് ചതുർത്ഥി, വിനായക ചതുർത്ഥി. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.